മോഹൻ ശിവനെ ഇത് യാതില്ല മോഹൻ ബഗൻ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ മോഹൻ ബഗൻ എന്തോ എങ്ങനെ ഈസ്റ്റ് ബഗൻ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കണ്ടോ, ഇതാണ് നമ്മുടെ കേന്ദ്ര കായിക മന്ത്രി. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പ്രശസ്തമായ 2 ക്ലബ്ബുകളാണ് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ ടീമുകളുടെ പേരുകൾ വായിച്ചത് മോഹൻ ബഗൻ എന്നും ഈസ്റ്റ് ബഗൻ എന്നുമൊക്കെയാണ്. മോഹൻ ബഗൻ, ഈസ്റ്റ് ബഗൻ. കേന്ദ്രമന്ത്രിയുടെ ഫുട്ബോൾ പരിജ്ഞാനം ഇന്ന് രാഷ്ട്രീയ തലത്തിൽ വലിയ വിവാദമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ISL പോലുള്ള രാജ്യത്തെ മേജർ ഫുട്ബോൾ ലീഗ് ടൂർണമെന്റ് 4-5 മാസമൊക്കെ വൈകാതിരിക്കുന്നത്? ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 12ാം സീസണിൽ നിന്ന് വിട്ടുനിൽക്കാൻ 4 ക്ലബ്ബുകൾ ശ്രമിച്ചെന്നും എന്നാൽ കായിക മന്ത്രാലയം ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് അവരെ പങ്കെടുപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ISL ടീമുകളും തമ്മിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് ഈ അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയത്. തുടക്കത്തിൽ ഒഡീഷ FC ഗോവ, ചെന്നൈയിൻ FC ഉൾപ്പെടെയുള്ള 4 ടീമുകൾ ഈ സീസണിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന നിലപാടാണ് അറിയിച്ചത്. എന്നാൽ ഈ സീസണിൽ കളിക്കാത്ത ക്ലബ്ബുകളെയൊക്കെ തരം താഴ്ത്തുമെന്നും ISL നിന്ന് പുറത്താക്കുമെന്നും കായിക മന്ത്രാലയം ഭീഷണിപ്പെടുത്തി. അടുത്ത 30 മിനിറ്റിനകം ഉടമകളെ കൊണ്ട് സമ്മതിപ്പിച്ച് വിവരം അറിയിക്കണമെന്നും കായിക മന്ത്രി സ്വരം കടുപ്പിച്ചത്രേ. എന്താ കഥയല്ലേ? ഭീഷണിക്ക് പിന്നാലെ 14 ക്ലബ്ബുകളും ISLൽ കളിക്കാമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സമ്മതം അറിയിച്ചു. തരം താഴ്ത്തുമെന്ന് കായിക മന്ത്രാലയം ഭീഷണിപ്പെടുത്തിയെങ്കിലും അതിനുള്ള നിയമപരമായ അധികാരം AIFFന് ഇല്ല എന്നതാണ് വസ്തുത. 5 മാസത്തിലേറെ നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് ISL പുനരാരംഭിക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര കായിക മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായത്. ഫെബ്രുവരി 14-നാണ് ISLന്റെ 12ാം സീസൺ തുടങ്ങുന്നത്. എങ്കിലും ടൂർണമെന്റിലെ വരുമാനം പങ്കുവയ്ക്കൽ, സംപ്രേഷണം, വാണിജ്യ പങ്കാളിത്തം എന്നീ കാര്യങ്ങളിലൊന്നും ധാരണയിലെത്താതെ ഫെഡറേഷൻ അവതരിപ്പിച്ച പദ്ധതി അംഗീകരിക്കേണ്ടി വരുന്നത് ക്ലബ്ബുകളെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. 2025-26 സീസൺ ISLന് ഇതുവരെ ഒരു വാണിജ്യ പങ്കാളി പോലും ആയിട്ടില്ല. കുറഞ്ഞത് 6 ഹോം മത്സരങ്ങൾക്കെങ്കിലും വേദികൾ തയ്യാറാക്കാൻ ക്ലബ്ബുകൾക്ക് ഇനിയും സമയം ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ജനുവരി 3-ന് AIFF ISL ഏകോപന സമിതി സമർപ്പിച്ച ശുപാർശകൾ പ്രകാരം ക്ലബ്ബുകളുമായി കൂടിയാലോചിച്ച് ഹ്രസ്വകാല മത്സര ഫോർമാറ്റ് അന്തിമമാക്കുകയാണ് AIFF ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ ചർച്ചയിൽ 2 ഫോർമാറ്റുകളിൽ ലീഗ് സംഘടിപ്പിക്കാമെന്ന ഓപ്ഷനാണ് AIFF ക്ലബ്ബുകൾക്ക് മുന്നിൽ വച്ചത്. കേന്ദ്രീകൃത ഫോർമാറ്റുകളിലായി 2 കോൺഫറൻസ് ലീഗുകൾ നടത്താമെന്നും അല്ലെങ്കിൽ ഓരോ ടീമും പരസ്പരം ഒരു തവണ മാത്രം കളിക്കുന്ന സ്വിസ് ഫോർമാറ്റ് ലീഗ് സംഘടിപ്പിക്കാമെന്നും ആയിരുന്നു ഈ നിർദ്ദേശങ്ങൾ. ഗോവ, കേരളം, കൊൽക്കത്ത എന്നീ കേന്ദ്രീകൃത വേദികളിൽ മാത്രം ടൂർണമെന്റ് സംഘടിപ്പിക്കുമ്പോൾ ഹോം ടീമുകൾക്ക് കൂടുതൽ വാണിജ്യ നേട്ടങ്ങൾ ലഭിക്കുമെന്നതിനാൽ ക്ലബ്ബുകൾ രണ്ടാമത്തേത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ടൂർണമെന്റ് സ്വിസ് ഫോർമാറ്റിൽ നടത്താമെന്ന് AIFFുമായി ധാരണയായി. വരുന്ന സീസണിൽ ആകെ 91 മത്സരങ്ങളുണ്ടാകും. മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മുഹമ്മദൻസ് FC, കേരള ബ്ലാസ്റ്റേഴ്സ്, മുംബൈ സിറ്റി FC, ചെന്നൈയിൻ FC തുടങ്ങി 14 പ്രമുഖ ടീമുകൾ സജീവമായി മത്സരിക്കാനുണ്ടാകും. ഈ ഫോർമാറ്റ് പ്രകാരം ഓരോ ടീമും ഈ സീസണിൽ 13 വീതം മത്സരങ്ങൾ കളിക്കണം. അതിൽ പകുതിയും 6 അല്ലെങ്കിൽ 7 മത്സരങ്ങൾ ഹോം ഗ്രൗണ്ടിലായിരിക്കും കളിക്കുക. മറ്റു മത്സരങ്ങൾ എവേ രീതിയിലായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് AIFF നൽകിയ ദീർഘകാല നിർദ്ദേശത്തിൽ ISL ക്ലബ്ബുകൾക്ക് വരുമാനത്തിന്റെ 50% വിഹിതവും വാണിജ്യ പങ്കാളിക്ക് 30%വും AIFFന് 10%വും ബാക്കി 10% ലെഗസി ക്ലബ്ബുകൾക്കും ലീഗിലെ തങ്ങളുടെ ഓഹരികളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുമായിരിക്കും. 2025-26 സീസണിനായി 24.26 കോടി രൂപയാണ് AIFF കണക്കാക്കുന്ന ബജറ്റ്. ലീഗ് നടത്തിപ്പിനായി 25 കോടി രൂപയുടെ പ്രത്യേക ഫണ്ടും AIFF വകയിരുത്തിയിട്ടുണ്ട്. ക്ലബ്ബുകൾക്ക് അവരുടെ ഫ്രാഞ്ചൈസി ഫീസായ 1 കോടി രൂപ അടയ്ക്കാൻ ജൂൺ വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. സ്റ്റേഡിയങ്ങളുടെ വാടക ഉൾപ്പെടെ സീസണിലെ ചെലവുകൾ പരമാവധി കുറയ്ക്കാൻ ഫെഡറേഷൻ എല്ലാ സംസ്ഥാന അസോസിയേഷനുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ISLന്റെ നടത്തിപ്പിനായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 10 കോടി രൂപയാണ് ചെലവഴിക്കുക. ഇതിനു പുറമെ പങ്കെടുക്കുന്ന ഓരോ ക്ലബ്ബുകളും ഫ്രാഞ്ചൈസി ഫീസായി 1 കോടി രൂപ വീതം ഫെഡറേഷന് നൽകണം. ഈ തുകയും ചേർത്ത് 24 കോടി രൂപയാകും ലീഗിന്റെ ആകെ നടത്തിപ്പിനായി ഫെഡറേഷൻ ചെലവഴിക്കുക.
ഫെഡറേഷൻ ചെലവഴിക്കുന്ന 10 കോടി രൂപയിൽ ഭൂരിഭാഗവും സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്താനാണ് നീക്കം. ഇതോടെ സാമ്പത്തിക ബാധ്യത ഗണ്യമായി കുറയുമെന്നാണ് AFFന്റെ പ്രതീക്ഷ. ISLനൊപ്പം തന്നെ 55 മത്സരങ്ങളുള്ള ഐ ലീഗും നടക്കും. 11 ക്ലബ്ബുകളാണ് ഐ ലീഗിൽ ഉണ്ടാവുക. ഐ ലീഗിനായി ഫെഡറേഷൻ 3.20 കോടി രൂപയാണ് ചെലവഴിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത 20 വർഷത്തെ ഭാവി ലക്ഷ്യമിട്ടാണ് AFF ഒരു ദീർഘകാല പദ്ധതി തയ്യാറാക്കുന്നത്. കടന്നുപോകുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള തിരിച്ചുവരവും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കലും കൂടുതൽ രാജ്യാന്തര താരങ്ങളെ എത്തിക്കുകയോ എന്നിങ്ങനെ ഫെഡറേഷന് മുന്നിൽ വെല്ലുവിളികളേറെയാണ്. ISLന്റെ ദീർഘകാല കൊമേഴ്ഷ്യൽ പാർട്ണർ ആകാനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ഫെബ്രുവരി 20 വരെയാണ്. അതോടൊപ്പം 2026-27 സീസണിന്റെ സുഗമമായ നടത്തിപ്പിനായി സീസണുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഈ വർഷം മെയ് 25ഓടെ പൂർത്തിയാക്കാനും AFF തീരുമാനിച്ചിട്ടുണ്ട്. 2026 സീസണിനായി സ്പോൺസർമാരെ ലഭിക്കുമോ എന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. നിലവിലെ പ്രതിസന്ധിയെ തുടർന്ന് നിരവധി വിദേശ താരങ്ങൾ ക്ലബ്ബുകൾ വിട്ടുപോയതും പരിശീലനമടക്കം മുടങ്ങിയതും ISL നടത്തിപ്പിന് വെല്ലുവിളിയാണ്. കായിക മന്ത്രാലയം ഇടപെട്ട് ISL പ്രതിസന്ധി പരിഹരിച്ചാലും നിലവിലെ കാലതാമസം സൃഷ്ടിച്ച മോശം ഇമേജ് മറികടക്കാൻ എത്ര കാലം എടുക്കുമെന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഒരിക്കൽ പ്രതിസന്ധിയിലായ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ മികച്ച വിദേശ താരങ്ങൾ ഇനി എത്തുമോ എന്നതും സംശയമാണ്. ലോണിൽ വിദേശ ലീഗുകളിൽ കളിക്കാൻ പോയ സൂപ്പർ താരങ്ങൾ അടുത്ത സീസണുകളിൽ തിരിച്ചെത്തുമോ എന്നതിലും ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. ക്ലബ്ബുകൾക്ക് ഇതുവരെയുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾ, താരങ്ങളുടെ നഷ്ടപ്പെട്ട വിലപ്പെട്ട സമയം, അവസരങ്ങൾ എന്നിവയ്ക്ക് ആര് മറുപടി നൽകുമെന്നതിലും വ്യക്തതയില്ല. എങ്കിലും ഇന്ത്യൻ ഫുട്ബോളിലെ ലീഗ് 1 ഫോർമാറ്റിൽ അനിശ്ചിതത്വത്തിന്റെ കാർമേഘമൊഴിഞ്ഞ് കളിക്കളങ്ങൾ വീണ്ടും സജീവമാകുന്നത് താരങ്ങൾക്ക് പ്രതീക്ഷ പകരുന്നുണ്ട്. അടുത്ത വാരം മറ്റൊരു വിഷയവുമായി ദി ഫൈനൽ വിസിൽ കാണാം. അതുവരെ നമസ്കാരം.